എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അഖിലേന്ത്യാ പണിമുടക്കാണ്. സംയുക്ത തൊഴിലാളി സംഘടനകളെല്ലാം ചേർന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ സമരം നടത്തുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഈ സമരം നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും അങ്ങനെയാണല്ലോ. അതായത് CPM അല്ലെങ്കിൽ CPM അനുകൂല തൊഴിലാളി ഗുണ്ടാ സംഘങ്ങൾ എവിടെയാണോ വിരാജിക്കുന്നത് അവിടെ മാത്രമാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ അത് ഏറ്റവും മറ്റൊരു സാധാരണക്കാരൻ്റെ അവകാശങ്ങളെ കൂടി ലംഘിച്ചുകൊണ്ട് കടന്നു കയറാറുള്ളത്. അത് സ്വാഭാവികമാണ്. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരാളെക്കുറിച്ചാണ്, KB ഗണേഷ് കുമാറിനെ കുറിച്ചാണ്. നമുക്കറിയാം, കേരള സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരിൽ അത്യാവശ്യം അദ്ദേഹത്തിനെ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി നിർവഹണം നടത്തുന്ന ഒരു വ്യക്തിയാണ് KB ഗണേഷ് കുമാർ. KSRTC നമുക്കറിയാം, കേരള സർക്കാർ നയിക്കുന്ന വെള്ളാനയാണ് KSRTC. KSRTC ഉണ്ടാക്കുന്ന നഷ്ടക്കണക്കുകൾ, KSRTC ലാഭത്തിലാവാത്ത സ്ഥിതിവിശേഷങ്ങൾ, KSRTCയിലെ കെടുകാര്യസ്ഥത, ലാഭമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി വർഷങ്ങളായി തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന KSRTCയുടെ ഉത്തരവാദിത്തമുള്ള മന്ത്രി നടത്തുന്ന പ്രവർത്തനങ്ങൾ KSRTCനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് വിസ്മരിക്കാനാവാത്ത അല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അദ്ദേഹത്തിനോട് രാഷ്ട്രീയപരമായി നമുക്കൊക്കെ ഒരുപാട് വിയോജിപ്പുകളുണ്ടെങ്കിലും KSRTCയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ചിലതെങ്കിലും ശ്ലാഘനീയം തന്നെയാണ്. നമുക്കറിയാം, ഇന്നലെ കേരളത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ സമരം വിളിച്ചു. ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്ക് കേരളത്തിൽ മാത്രം നടക്കുകയും ചെയ്യുന്നു. അതായത് തുടർച്ചയായി 2 ദിവസങ്ങൾ കേരളം സ്തംഭിക്കുന്ന അവസ്ഥയിൽ ഇന്നലത്തെ സമരത്തിനോട് പൂർണ്ണമായും എതിർത്ത് നിന്ന സംസ്ഥാന സർക്കാർ, അന്ന് ജനജീവിതം ദുസ്സഹമാക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്ന സംസ്ഥാന സർക്കാർ ഇന്ന് പക്ഷേ സമരത്തിന് അനുകൂലമാണ്. പക്ഷേ ഇതിലും കൃത്യമായി ഈ സമര രീതിയെ പൂർണ്ണമായ അർത്ഥത്തിൽ എതിർത്ത ഒരു വ്യക്തി KB ഗണേഷ് കുമാറായിരുന്നു. KSRTCയിലെ ഉദ്യോഗസ്ഥരെല്ലാം സന്തുഷ്ടരാണ്. അവർക്ക് 1-ാം തീയതിക്ക് മുൻപ് തന്നെ ശമ്പളം ലഭ്യമാകുന്നുണ്ട്. അവർ സമരത്തിന് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ KSRTC തെരുവിൽ ഓടും എന്ന് പറയുന്ന KB ഗണേഷ് കുമാർ പറഞ്ഞ് നാവ് വായിലേക്ക് ഇടുന്നതിന് തൊട്ട് മുൻപായി തന്നെ CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും LDFിൻ്റെ കൺവീനറുമായ TP രാമകൃഷ്ണൻ ഒരു വലിയ തിട്ടൂരവുമായി വന്നു. KB ഗണേഷ് കുമാർ അങ്ങ് തെരുവിലേക്ക് KSRTC ബസ് ഇറക്കി നോക്കൂ, അപ്പോൾ കാണാം എന്നായിരുന്നു TP രാമകൃഷ്ണൻ്റെ പ്രസ്താവന. തൊട്ടടുത്ത മിനിറ്റിനും മണിക്കൂറിനുമുള്ളിൽ തന്നെ പല കോണിൽ നിന്നും KB ഗണേഷ് കുമാറിനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. MA ബേബി എന്ന് പറയുന്ന CPMൻ്റെ ജനറൽ സെക്രട്ടറി പൂർണ്ണമായും അർത്ഥത്തിൽ KB ഗണേഷ് കുമാറിനെ തള്ളിപ്പറയുന്നു. നോക്കൂ, എന്താണ് KSRTC? കേരളത്തിൻ്റെ മാത്രമായുള്ള, കേരളം മാത്രം ഓൺ ചെയ്യുന്ന പൊതുമേഖലാ സംവിധാനമാണ് KSRTC. കൃത്യമായി ബജറ്റിൽ ഫണ്ട് അലോക്കേഷനുള്ള കേരള സർക്കാർ മാത്രം നടത്തുന്ന ഒരു സംവിധാനമാണ് KSRTC. അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ സന്തുഷ്ടരാണെന്നും അവർക്കിപ്പോൾ ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നും മന്ത്രി പറയുകയും KSRTC വഴിയിലിറങ്ങട്ടെ, ജീവിതത്തെ ദുസ്സഹമാക്കുന്നൊരു സാഹചര്യമില്ലാതെ KSRTC ഗതാഗതം സുഗമമാക്കട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനം മര്യാദ മനസ്സിലാക്കാതെ, ഇനിയെ പോട്ടെ അതിൻ്റെ സാങ്കേതികത്വം പോലും മനസ്സിലാക്കാതെ, നമുക്കത് KSRTCയാണ്, കേരളത്തിലെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷനാണ്. നോക്കൂ, ഈ സമരം നടത്തുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. KSRTC കേരളത്തിൻ്റെയുമാണ്. കേരളത്തിൽ തൊഴിലാളികൾ സന്തുഷ്ടരാണ് എന്ന് കേരളത്തിലെ മന്ത്രി തന്നെ പറയുകയും KSRTC ജീവനക്കാർ എന്തായാലും വരണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ വേണ്ട, KSRTCനെയും തൊഴിലാളി സമരം ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് KSRTC തെരുവിലിറങ്ങിയാൽ ഈ പറയുന്ന CITU ഗുണ്ടാ തൊഴിലാളികൾക്ക് ഈ സമരം വിജയിപ്പിച്ചെടുത്തു എന്ന് പറയാൻ സാധിക്കില്ല. ഇന്ന് രാവിലെ മുതൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സകലമാന KSRTC ബസ് സ്റ്റാൻഡുകളിലും പൂർണ്ണമായ അർത്ഥത്തിൽ CITUവിൻ്റെ അല്ലെങ്കിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ചുവപ്പ് കൊടി പിടിക്കുന്ന ഗുണ്ടാപ്പട കയറിയെടുക്കുകയും അവിടെ KB ഗണേഷ് കുമാറിൻ്റെ വാക്ക് വിശ്വസിച്ച് വന്ന സാധാരണക്കാരായ ജീവനക്കാരെ തടയുകയും നിങ്ങൾ ജോലിക്ക് ഇറങ്ങേണ്ട, വഴിയുടെ സൈഡിലേക്ക് ഒതുക്ക് എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തമ്പാനൂരിൽ ഈ പ്രധാനപ്പെട്ട പ്രവേശന കവാടത്തിൽ വിലങ്ങനെ ബസ് ഇട്ടേക്കുന്നു. KSRTCയിലെ സാധാരണക്കാരെ ജീവനക്കാർ പറയുന്ന കാര്യം, ഞങ്ങൾ വണ്ടി എടുക്കാൻ തയ്യാറാണ്, പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആരാണ് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്? ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനും ജനജീവിതം സുഗമമാക്കാനും വേണ്ടിയാണ് കേരളത്തിൽ പോലീസുകാരുള്ളത്. പക്ഷേ പാർട്ടിയുടെ പോലീസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടി ഭരിക്കുന്നതിൻ്റെ ഗതികെട്ട അവസ്ഥ തലയിൽ ചുമക്കുന്ന പോലീസുകാരായതുകൊണ്ട്, നമ്മൾ ഇന്നലെ കേരള സർവകലാശാല ഉൾപ്പെടെ കണ്ടതാണ്, ഒരക്ഷരം ഇവർക്കെതിരെ പറയാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. സാധാരണക്കാരായ ആളുകളെ KSRTCയുടെ ബസ്സിൽ നിന്നും വലിച്ചിടക്കി താഴേക്ക് കൊണ്ടുവരുന്ന സമര ആനുകൂലികളെ അവർക്കെതിരെ ഒന്ന് ലാത്തി വീശാൻ പോലും കേരള പോലീസിന് സാധിക്കില്ല. കാരണം CPM പൂർണ്ണമായ അർത്ഥത്തിൽ ഈ തൊഴിലാളി സമരത്തെ തൊഴിലാളി സമരമെന്ന് വിളിക്കുന്ന ഈ സമരത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ പിന്താങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന നട്ടലുള്ള ഒരു മന്ത്രിയുടെ നട്ടല് അത്രയധികം വേണ്ട,
ഞങ്ങൾ പറയുന്നിടത്ത് വരെ മതി എന്നുള്ളൊരു തിട്ടൂരമാണ് കേരളത്തിലെ CPM നേതാക്കളൊക്കെ ഇറക്കി വെക്കുന്നത്. നമുക്കറിയാം TP രാമകൃഷ്ണനെ പോലെയുള്ള CA2വിൻ്റെ ആളുകൾക്കൊക്കെ വലിയ റോളുകളില്ലാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇവർ പ്രൈവറ്റൈസേഷനെതിരെയാണ് സമരം നടത്തുന്നത്, ആഗോളവൽക്കരണത്തിനെതിരെയാണ് സമരം നടത്തുന്നത്, മുതലാളിത്തത്തിനെതിരെയാണ് സമരം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ മുതലാളിത്ത രാഷ്ട്രമായ അമേരിക്കയിലേക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇവർ തള്ളിപ്പറയുമോ എന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും KB ഗണേഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അത് വളരെ മനോഹരമായിരുന്നു. ഇന്ന് കേരളത്തിൽ KSRTC തൊഴിലാളികളൊക്കെ സമരത്തിന് അനുകൂലിച്ചുകൊണ്ട് തന്നെ, പക്ഷേ എന്നാൽ ഞങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് സമരത്തിന് ഇറങ്ങുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായൊരു കാര്യം. നോക്കൂ, കേരളത്തിലെ തൊഴിലാളികളൊക്കെ സന്തുഷ്ടരാണ്. ഇതുപോലെയാണ് കേന്ദ്ര തലത്തിൽ നിന്നുള്ള തൊഴിലാളി അനുകൂല നിയമങ്ങൾ ഞങ്ങൾക്കും വേണ്ടതെന്ന് ചൂണ്ടിക്കാണിക്കാമായിരുന്നു, അതിനൊരു മാതൃക സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. പൂർണ്ണമായ അർത്ഥത്തിൽ KSRTCക്കാരുടെ ബാത്റൂം ഉൾപ്പെടെ, അതായത് സ്റ്റേഷനുകളിലെ ബാത്റൂം ഉൾപ്പെടെ പൂട്ടിയിട്ടുകൊണ്ട് ആ സാധാരണക്കാരായ ജീവനക്കാരെ പോലും ജോലി എടുക്കാൻ സമ്മതിക്കുക. നിങ്ങൾ പണിയെടുക്കരുത്, നിങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ സമരം പൊളിയുമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഈ ആളുകൾ ചെയ്യുന്നത് എന്തായാലും ജനാധിപത്യ വിരുദ്ധതയാണ്. KB ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ട, താങ്കൾ ഈ പറയുന്ന പാർട്ടി ഗുണ്ടാപ്പടയ്ക്ക് പറ്റുന്ന ഒരു മന്ത്രിയല്ല. ഈ തിട്ടൂരമിറക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഭരിക്കുന്ന ഈ അഖില കേരള മഹാരാജ്യത്ത് താങ്കളെപ്പോലെയുള്ളൊരു മന്ത്രിക്ക് അധികം നാൾ വാഴാൻ സാധിക്കില്ല. താങ്കളിപ്പോൾ ഡയസ്നോണൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിലാളികൾ ഇന്ന് ജോലിക്ക് ഹാജരാകാത്ത തൊഴിലാളികൾക്ക് മേൽ അടുത്ത വർഷം താങ്കൾക്ക് സീറ്റ് പോലും ലഭ്യമാക്കില്ല. അതുകൊണ്ട് ഈ അഖില കേരള പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ താങ്കൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ മന്ത്രി പുങ്കുവന്മാർക്കൊപ്പം നിൽക്കുക. അല്ലാത്തൊരു ഘട്ടത്തിൽ താങ്കൾ ഇനി കേരള രാഷ്ട്രീയത്തിലൊരു പ്രമുഖ സ്ഥാനത്തേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കേണ്ട. നമസ്കാരം.